എനിക്ക് ഇത് ദൈവം കൊണ്ട് തന്നതൊക്കെ ഞാൻ പറഞ്ഞ ദൈവത്തിൻ്റെ ഒരു കരസ്പർശം ഈ കേസിലുണ്ട്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രേഖകൾ. ഇതിനകത്ത് ഏറ്റവും ക്രൂഷ്യലായ ഒരു രേഖ എനിക്ക് തന്നതാരാന്ന് എനിക്കിപ്പോഴും അറിയില്ല. വളരെ സത്യസന്ധമായി പറയാം. ആ ചെറുപ്പക്കാരനെ ഒരു എറണാകുളത്തുള്ള ഒരു ചെറുപ്പക്കാരൻ എനിക്ക് വാട്സപ്പിൽ ഒരു രേഖ അയച്ചു തന്നു. എന്നിട്ട് ചോദിച്ചു, ഈ കേസുമായി ഞാൻ പരാതി കൊടുത്തു എന്ന് പത്രത്തിൽ വാർത്ത വന്നതിന് ശേഷമാണ് എനിക്കൊരു വാട്സപ്പിൽ ചേട്ടാ ഇതെന്താണെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്കത് ആ ഒരു എൻട്രി അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാനത് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിനെ ഏൽപ്പിച്ചു. ഞാനുമായിട്ട് ബന്ധപ്പെട്ട ചാർട്ടേഡ് അക്കൗണ്ടിനെ ഏൽപ്പിച്ചു. ഞാൻ അഡ്വക്കേറ്റിനെ അയച്ചു. പുള്ളിക്ക് മനസ്സിലായില്ല. പുള്ളിയും അത് ടെക്നിക്കൽ ടീമിനെ ഏൽപ്പിച്ചു. ഈ ചാർട്ടേഡ് അക്കൗണ്ട്സുമായിട്ട് ബന്ധപ്പെട്ട ടെക്നിക്കൽ ടീമിനെ ഏൽപ്പിച്ചു. അതിനുശേഷം പുള്ളിക്ക് അദ്ദേഹത്തിന് റിപ്ലൈ കിട്ടി, ഇത് മറ്റൊരു നിർണായകമായ തെളിവിലേക്കാണ് പോകുന്നത്. എനിക്കിപ്പോഴും എനിക്ക് തന്ന പയ്യനാരാൻ നടത്തില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ 135 കോടി രൂപ അഴിമതി ഉണ്ടായി. എന്തിനു വേണ്ടി? സിന്തറ്റിക് റുട്ടൈൽ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കമ്പനിക്ക് എന്തിനു വേണ്ടി 135 കോടി രൂപ വിതരണം ചെയ്യേണ്ടി വന്നു? അത് ഇലിമിനേറ്റ് എന്ന് പറയുന്ന അവരുടെ റോ മെറ്റീരിയൽ കേരളത്തിൻ്റെ തീരദേശത്ത് നിന്നും അനധികൃതമായി ഖനനം ചെയ്യുന്നതിനാന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. പക്ഷെ എവിടുന്ന് എങ്ങനെ? 2018 ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഓർഡറും അതിനുശേഷം ഈ മണൽ ഖനനം ചെയ്ത് നീക്കാൻ ഉണ്ടായ സാഹചര്യവും ഇതൊക്കെ നമുക്ക് കിട്ടിയത് തോട്ടപ്പള്ളി മേഖലയിലെ പഞ്ചായത്തിൻ്റെ രേഖകളിൽ നിന്നാണ്. പഞ്ചായത്താണ് ഇത് മുൻകൈയെടുത്ത് അവരിതിനെ സംബന്ധിച്ച് തീരുമാനങ്ങൾ എടുത്തിരുന്നു. ഇത് വളരെ സ്ട്രെസ് കൊടുക്കാതെ ലഘൂകരിച്ച് കൊണ്ട് ഒരു വലിയ അഴിമതിയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ രേഖകൾ എനിക്ക് കിട്ടിയത് നടന്നില്ല. ദൈവത്തിൻ്റെ ഒരു സ്പർശമുണ്ടായിരുന്നു ഈ കേസിൽ. ഇവിടെ ഞാൻ പറഞ്ഞൊരു സർപ്രൈസ് സെൻ്റർ. ഞാനൊരിക്കലും ഇത്തരത്തിലൊരു ഒരു 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 ഇതിലേക്ക് എത്തുമെന്ന് ഒരു അന്വേഷണം പ്രഖ്യാപിപ്പിക്കണം. എന്നാൽ എനിക്കും എൻ്റെ അഭിഭാഷകനും അല്ലാതെ വേറെ ആർക്കും ഞാൻ ഇപ്പോൾ ഈ മാധ്യമങ്ങൾ മുഴുവൻ ചർച്ച ചെയ്യുന്ന വലിയ കാര്യങ്ങളുണ്ടല്ലോ, ഒത്തിരി വലിയ ബ്രേക്കിംഗ് ന്യൂസായി കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ സെപ്റ്റംബർ മാസത്തിൽ പത്രസമ്മേളനം നടത്തി മുഴുവൻ പത്രക്കാർക്കും കൊടുത്തതാണ്. ഇതിൻ്റെ മെറ്റീരിയൽസ് അല്ല, ഇപ്പം ചർച്ച ചെയ്യുന്ന കാര്യങ്ങളല്ല, ഇന്ന കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്ന്. കാരണം ഞാനന്ന് കൊടുക്കാൻ കാരണം ഞാൻ ഈ പെറ്റീഷൻ കൊടുത്തതിന് ശേഷം എൻ്റെ ജീവന് തന്നെ അപകടമുണ്ടാകുന്നുള്ള സാഹചര്യത്തിൽ ഞാനിങ്ങനെ ഒരു പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട് എന്ന് ജനങ്ങൾക്ക് അറിയണം. അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നാളെ ഇതുകൊണ്ടാണ് എന്നറിയണം എന്നതുകൊണ്ട് ഞാൻ പത്രസമ്മേളനം നടത്തിയത്.